ഹേ ഹലോ വാട്ട്സ്ആപ്പ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഗൈസ്, നമ്മുടെ TWS എൻ്റെ റിവ്യൂ ആണ്. നത്തിങ് ഇയർ 3. ഇത്തവണ ഇതിൽ കൊടുത്തിരിക്കുന്ന ഈ സൂപ്പർ മൈക്കിൻ്റെ ആ പുതിയ ടെക്നോളജി പെർഫോമൻസ്, ഇതിൽ സൂപ്പർ മൈക്ക് കിടിലനായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, ഈ ബസ്സിലൊക്കെ പോകുന്ന സമയത്ത് വിൻഡ് ബ്ലാസ്റ്റ് അടിക്കത്തില്ലേ, ആ സമയത്തൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് പ്രയോജനപ്പെടുന്ന ഒരു സംഭവമാണ് ഈ സൂപ്പർ മൈക്ക്. ഈ വിൻ നോയ്സ് ഉൾപ്പെടെ കട്ട് ചെയ്തിട്ട് ക്ലിയർ ആയിട്ടുള്ളൊരു വോയിസ് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ബാറ്ററി പെർഫോമൻസ്, ഇതിൻ്റെ സൗണ്ട് പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ. ഞാനിത് അൺബോക്സ് ചെയ്ത സമയത്ത് ഫസ്റ്റ് യൂസിൽ എനിക്ക് തോന്നിയത് ഭയങ്കര ഓവറായിട്ട് ബേസിങ് ഇങ്ങനെ നിൽക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. നമ്മുടെ സ്പെഷ്യൽ ഓഡിയോ ആ സാധനം ഓഫ് ചെയ്തിടുക. സ്പെഷ്യൽ ഓഡിയോൻ്റെ ആവശ്യം ഇതിനില്ല. സ്പെഷ്യൽ ഓഡിയോ ഓൺ ചെയ്യേണ്ട ആവശ്യമേ ഇതിനില്ല. നമ്മളിതിൽ സ്പെഷ്യൽ ഓഡിയോ ഓഫ് ചെയ്തിട്ടിട്ട് ഇതിൽ കൊടുത്തിരിക്കുന്ന EQ ഇല്ലേ, കിഡിലൻ ഇക്വലൈസറിൻ്റെ പ്രൊഫഷണൽ ഇക്വലൈസർ കൊടുത്തിട്ടുണ്ട് ഇതിൽ. ആ ഇക്വലൈസറിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ലോ ഫ്രീക്വൻസി, മിഡ്, ഹൈ, ഇതെല്ലാം നമുക്ക് അതിൽ ട്യൂൺ ചെയ്ത് ക്ലിയർ ആയിട്ട് കേൾക്കാം. നല്ല കിഡിലനായിട്ട് നമുക്കിത് ട്യൂൺ ചെയ്തിട്ട് യൂസ് ചെയ്യാൻ കഴിയും. ഭയങ്കര രസമാണ് ഇതിൽ പാട്ട് കേൾക്കാനായിട്ട്. ബാറ്ററി ഒക്കെ കിഡിലൻ ബാറ്ററി കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലത്തെ ഈ CMF കുറച്ചുകൂടി പ്രൈസ് ലെസ് ആയിട്ടുള്ളൊരു സാധനമാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ക്വാളിറ്റി ആയിരിക്കും ഇതിൽ വരുന്നത്. പക്ഷേ ഇത് അവരുടെ പ്രീമിയം ബ്രാൻഡ് ആയതുകൊണ്ട് തന്നെ സ്റ്റാൻഡേർഡ് പ്രൈസിങ് ഇതിന് വരുന്നുണ്ട്. ഇതിൻ്റെ ഡിസൈനിൽ കൊടുത്തിരിക്കുന്നത് തന്നെ നത്തിങ്ങിൻ്റേതായിട്ടുള്ള ആ ഒരു സിഗ്നേച്ചർ വരുന്ന ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു ഡിസൈനാണ് ഇതിൽ കേസിലും TWSലും കൊടുത്തിരിക്കുന്നത്. ഈ TWSൻ്റെ വെയിറ്റ് വരുന്നത് 5.2 ഗ്രാമാണ്. അതുപോലെ തന്നെ ഇതിൽ നമ്മുടെ പിഞ്ച് കൺട്രോളാണ് കൊടുത്തിരിക്കുന്നത്, ടച്ച് അല്ല. ഇതിൻ്റെ സൈഡിലായിട്ടുള്ള പിഞ്ച് കൺട്രോളാണ്. പിഞ്ച് കൺട്രോളൊക്കെ അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്കൊരു കാര്യം പറയാനുള്ളത്, പേഴ്സണലി എനിക്കിഷ്ടം കുറച്ചൊരു ടച്ച് കൺട്രോളാണ്. അതാകുമ്പോൾ കുറച്ചുകൂടി കൺവീനിയൻ്റ് ആയിട്ട് എൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഈ പിഞ്ച് കൺട്രോളിൽ ഞാൻ ഫേസ് ചെയ്ത കാര്യം എന്ന് വെച്ചാൽ, നമുക്കിതിൽ സിംഗിൾ പിഞ്ച് നമുക്ക് കുഴപ്പം വരില്ല, ഡബിൾ പിഞ്ചും വലിയ പ്രശ്നം വരില്ല. പക്ഷേ ട്രിപ്പിൾ പിഞ്ച് ആ സമയത്ത് എനിക്ക് ഈ സാധനത്തിൽ ചില സമയത്ത് അത് ഡബിൾ ആയിട്ട് എഫക്റ്റ് വരും. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനം കിട്ടില്ല. പിഞ്ച് കൺട്രോളും കാര്യങ്ങളെല്ലാം നമുക്ക് നത്തിങ് എക്സ് ആപ്പ് ത്രൂ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. എന്നാലും ഞാനിതിൽ ട്രിപ്പിൾ പിഞ്ച് എന്ന് പറയുന്ന ഓപ്ഷൻ ഞാൻ ഓഫ് ചെയ്തിട്ടേക്കുവാണ്. പിന്നെ ഇതിൻ്റെ ഡ്യുവൽ കണക്ടിവിറ്റി വരുന്നുണ്ട്. പിന്നെ ഇതിലെ കേസ് പ്ലസ് ബഡ്സിൻ്റെ വെയിറ്റ് വരുന്നത് 71.4 ഗ്രാം. ഓക്കെ, വെയിറ്റ് വരുന്നുണ്ട്. കാരണം ഇതിലെ ഈ ഭാഗം മാത്രം ഇത് ട്രാൻസ്പെറൻ്റ് ആണ്. ഇത് ഗ്ലാസ് അല്ല, ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഫൈബർ ഗ്ലാസ് പോലത്തെ ഒരു സാധനമാണ്. പക്ഷേ ഇതിൻ്റെ താഴെ ഭാഗം മുഴുവനും മെറ്റാലിക് ബിൽറ്റാണ്. സോ കുറച്ച് വെയിറ്റ് ഉണ്ട്. ഇത് താഴെ വീണ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് പൊട്ടാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. പക്ഷേ ഞാൻ താഴെ ഇട്ട് നോക്കിയിട്ടില്ല, എനിക്കതിനുള്ളൊരു ധൈര്യം ഉണ്ടായിരുന്നില്ല ഗൈസ്. സോ ഇത് ശ്രദ്ധിച്ച് യൂസ് ചെയ്യണം. ഈ ഭാഗം നമ്മൾ ചിലപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ തെന്നിപ്പോകാനുള്ള ചാൻസസ് കുറച്ച് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഒന്നെങ്കിൽ അങ്ങനെ റഫ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഈ സുനാപ്പിളിയുടെ അവിടെ മറ്റേ വള്ളി കെട്ടി തൂക്കിയിടുകയാണെന്നുണ്ടെങ്കിൽ സാധനം സേഫായിട്ട് കിടക്കും. അതേപോലെ ഇതിൻ്റെ മാഗ്നറ്റ് ഭയങ്കര സ്ട്രോങ് മാഗ്നറ്റാണ് ഈ കൊടുത്തിരിക്കുന്നത് ഇതിൽ. പിന്നെ നമ്മുടെ CMFൽ കൊടുത്തിരിക്കുന്ന പോലുള്ള മാഗ്നറ്റ് അല്ല, അതിലും സ്ട്രോങ് ആണ്. പിന്നെ ഇവിടെ ആയിട്ട് കൊടുത്തിരിക്കുന്ന ബട്ടണിലൊക്കെ നമുക്ക് പെയറിങ്, റീസെറ്റ് ബട്ടൺ ഒക്കെ ഇതിനകത്താണ് കൊടുത്തിരിക്കുന്നത് ആസ് യൂഷ്വൽ. ഇതിലൊക്കെ ഈ CMFൻ്റെ ബഡ്സ് 2ൽ കൊടുത്തിരിക്കുന്ന പോലെ തന്നെ സെയിം സംഭവമാണ്. അതുപോലെ തന്നെ കിഡിലൻ ലുക്കാണ് കൊടുത്തിരിക്കുന്നത്. ബാക്ക് സൈഡിൽ വൈറ്റ്, പിന്നെ ഇവിടെ 2 ട്രാൻസ്പെറൻ്റ് ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. പിന്നെ ഇതിൽ ഫൈൻഡ് മൈ ഇയർബഡ്സ്, പിന്നെ ഇന്നിയർ ഡിറ്റക്ഷൻ, അതുപോലെ സ്പെഷ്യൽ ഓഡിയോസ്, പിന്നെ ഇതിൽ കൊടുത്തിരിക്കുന്ന കോഡക്ക് LDAC, അതുപോലെ തന്നെ ഹൈറസ് ഓഡിയോ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ SBC AAC, ഇത്രയും കോഡൊക്കെ ഇതിൽ വരുന്നുണ്ട്. നൈസ് സൂപ്പർബ് എക്സ്പീരിയൻസ് ആണ്. ബിക്കോസ് ഇതിൽ കൊടുത്തിരിക്കുന്ന ഈ ഡ്രൈവർ 12mm ഡ്രൈവറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ. സൗണ്ടിൻ്റെ ബേസിൻ്റെ ആ ഒരു ലെവല് പ്ലസ്, അതായത് ലോ ആൻഡ് ഹൈ ഫ്രീക്വൻസിയുടെയൊക്കെ ആ ഒരു റേഞ്ച് എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. ട്യൂൺഡ് ബൈ നത്തിങ് ആണ്, ഫാസ്റ്റ് പെയറിങ് ആണ്. സാധാരണ നമ്മുടെ ഈ എയർപോഡൊക്കെ ഇങ്ങനെ മറ്റേ അടപ്പ് തുറക്കുമ്പോഴത്തേക്കും ഈ സാധനം ഇങ്ങനെ ഇത് കാണിക്കുന്നില്ലേ, അതേപോലുള്ള ആനിമേഷൻസൊക്കെയാണ് ഇതിലും വരുന്നത്. ഇത് നമുക്കിപ്പോൾ വേറെ ഏതെങ്കിലും ഡിവൈസിലേക്ക് പെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൽ കുറച്ച് ഒരു 2 to 3 സെക്കൻഡ് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ പെയറിംഗ് മോഡ് വരും. അപ്പോഴേക്കും ഇതിൻ്റെ ആനിമേഷൻസ് ഈ ഡിസ്പ്ലേയിൽ കാണിക്കും. അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഇതിലും വരുന്നുണ്ട്. ഭയങ്കര ഫാസ്റ്റ് പെയറിംഗ് ആണ്. അതുപോലെ തന്നെ സ്റ്റേബിൾ ആയിട്ടുള്ള കണക്ഷൻ വരുന്നുണ്ട്. ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയൊക്കെ ഭയങ്കര ഫാസ്റ്റാണ് ഇതിൽ വരുന്നത്. എനിക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവം ഇതിൻ്റെ ഈക്വലൈസർ എന്ന് പറയും. ഇതിൽ വരുന്ന ഈക്വലൈസേഴ്സ് എന്ന് പറഞ്ഞാൽ 3 ലെവൽസ് ഓഫ് ഈക്വലൈസേഴ്സാണ് വരുന്നത്. അതായത് സിമ്പിൾ, അഡ്വാൻസ്ഡ് ആൻഡ് എക്സ്പ്ലോർ. ഈ നത്തിങ് സെറ്റ് ചെയ്തിട്ടുള്ള കുറേ ഈക്വലൈസേഴ്സ് ഇതിൽ
ഇങ്ങനെ ഇട്ടിട്ടുണ്ട്, ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഇതിൻ്റെ അകത്തുനിന്ന് നമുക്ക് ആവശ്യമുള്ള സാധനം ചൂസ് ചെയ്യാം. അതാണ് ഈ പ്രീ ഈക്വലൈസേഴ്സ് ഇതിൻ്റെ അകത്ത് കാണിക്കുന്നതാണ്. പിന്നെ എക്സ്പ്ലോർ എന്ന് പറയുന്ന സാധനം നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ ഈ ഇതിലൊക്കെ കാണിച്ചേക്കുന്ന പോലെയുള്ള ആ ഒരു പരിപാടി തന്നെയാണ് ഇവിടെയും വരുന്നത്. അതായത് മിഡ്, ബേസ്, ട്രബിൾ, ഒരു സിമ്പിളായിട്ടുള്ള സാധനം. മിഡ് കൂട്ടുക കുറയ്ക്കുകയും ചെയ്യാം, ബേസ് ട്രബിൾ നമുക്ക് അതേപോലെ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇതൊന്നുമല്ല ഇതിൽ കൊടുത്തിരിക്കുന്നത് ഈ അഡ്വാൻസ്ഡ് സാധനമില്ലേ, ഇതാണ് സാധനം. കിടിലനായിട്ട് ഈ ഒരു TWS, അതായത് നത്തിങ് ഇയർ 3 ഈക്വലൈസർ നമുക്ക് ട്യൂൺ ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് ആവശ്യമായിട്ടുള്ള ബേസ്, മിഡ്, ഹൈ ഫ്രീക്വൻസി, ലോ മിഡ്, എല്ലാ സാധനങ്ങളും ഈ ഒരു സാധനത്തിൽ നമുക്ക് പ്രൊഫഷണലി എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ ചെയ്തെടുക്കാൻ പറ്റും. അതാണ് ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കിടിലൻ ഫീച്ചർ. നമുക്കത് മാത്രമല്ല, ഞാൻ സെറ്റ് ചെയ്ത ഈ ഈക്വലൈസർ എനിക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. ആ ഒരു ഫീച്ചർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതായത് ഇവിടെ ഷെയർ എന്ന് പറഞ്ഞ സാധനം കൊടുത്തിട്ടുണ്ട്. ഈ ഷെയറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ QR കോഡിൽ നമുക്ക് ഈ നമ്മൾ സെറ്റ് ചെയ്ത ഈക്വലൈസർ നമുക്ക് എക്സ്പോർട്ട് ചെയ്തെടുക്കാം. ഈ എക്സ്പോർട്ട് ചെയ്ത സാധനങ്ങൾ നമുക്ക് വാട്സപ്പ് ത്രൂയോ അല്ലെങ്കിൽ ഗാലറിയിൽ ഇട്ട് കഴിഞ്ഞാൽ ഈ QR കോഡ് ജസ്റ്റ് നിങ്ങൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിപ്പോൾ സെറ്റ് ചെയ്ത ഈ ഈക്വലൈസർ ആപ്പ് ത്രൂ ഈ അഡ്വാൻസ്ഡ് ഈക്വലൈസറിൽ നിങ്ങൾക്ക് വന്നിട്ട് പ്ലേലിസ്റ്റൊക്കെ നമ്മൾ സേവ് ചെയ്തെടുത്തില്ലേ, അതേപോലെ പ്രൊഫൈൽസ് നമുക്ക് സേവ് ചെയ്തിടാം. സോ നിങ്ങൾ ഇതേ ഡിവൈസ് നിങ്ങൾ വേറൊരാൾ യൂസ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ആ ആൾക്ക് നമുക്ക് ഈ QR കോഡ് ജസ്റ്റ് സ്കാൻ ചെയ്താൽ മതി. അത് ഞാൻ കാണിച്ചു തരാം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ സെയിം തന്നെ ഈ ആപ്പിൻ്റെ ഈ QRൻ്റെ ഈ ഏരിയയിൽ പോയിട്ട് ഇവിടെ സ്കാനിൻ്റെ ഒരു സാധനം കാണിക്കുന്നുണ്ട്, ആ സ്കാനിൽ ജസ്റ്റ് ഇങ്ങനെ വെക്കുക. അപ്പോൾ ഇവിടെ 2 സാധനം വരും, QR അപ്ലോഡ് എന്ന് കാണിക്കും. ഈ QR കോഡിൽ നിങ്ങൾ ചുമ്മാ ഇവിടെ സ്കാൻ എന്ന് ആക്കിയിട്ട് ഇതൊന്ന് സ്കാൻ ചെയ്ത് നോക്കിക്കേ. ഞാനിപ്പോൾ ഈ കസ്റ്റമൈസ് ചെയ്തിരിക്കുന്ന ഈ QR, അതായത് ഈ ഈക്വലൈസർ നിങ്ങളുടെ ഈ പ്രൊഫൈലിൽ സേവ് ആവും. നമ്മുടേതായിട്ടുള്ള ഒരു ഈക്വലൈസർ ക്രിയേറ്റ് ചെയ്യാനും കഴിയും. ആ ക്രിയേറ്റ് ചെയ്ത സാധനം വേറൊരാൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കഴിയും. അൺഫോർച്ചുനേറ്റ്ലി ഹെഡ്ഫോൺ പ്രോയിലും ഈ സാധനം കൊടുത്തിട്ടില്ല. ഇത് ഭയങ്കര രസമുള്ളൊരു ഫീച്ചറാണ്. 55 mAh ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ബാറ്ററി വരുന്നത്. അതായത് TWSൽ 55 mAhഉം 500 mAhഉം ആണ്. ലോങ് ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നുണ്ട് ഇതിൽ. അതുപോലെ ഇതിൽ ചാർജിങ് ഇൻഡിക്കേഷനില്ലേ, നമ്മൾ കോമൺ ആയിട്ട് ബാക്കിയുള്ള സംഭവങ്ങളിലും ചെയ്യുന്ന പോലെ തന്നെ 30% താഴെ ആകുമ്പോഴത്തേക്കും ഇതിൽ LED റെഡ് കത്തും. 30-30 മേളിലേക്ക് വരുമ്പോഴത്തേക്കും ഇത് വൈറ്റ് കത്തും. അതാണ് സംഭവം. പിന്നെ ചാർജ് ചെയ്യുന്ന സമയത്ത് ഈ LED ഇങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും വൈറ്റ്. അതുപോലെ തന്നെ ഇതിൽ 5 മിനിറ്റ്സ് നമ്മൾ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ANC ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഈ ബഡ്സ് 1 അവർ ബാറ്ററി നിൽക്കും. പിന്നെ നമ്മളിതിൻ്റെ ബാറ്ററി പെർഫോമൻസിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ LDACൽ ആണ് ഞാനിത് ടെസ്റ്റ് ചെയ്തത്. ഇവിടെ ഡിവൈസ് സെറ്റിങ്സിലായിട്ടാണ് ഈ LDAC വരുന്നത് കേട്ടോ ഗൈസ്. ഞാൻ ANC ഓഫ് ചെയ്തും ഓൺ ചെയ്തിട്ടും ആണ് ഞാൻ ഇതിൻ്റെ ബാറ്ററി ടെസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഓൾ പെർഫോമൻസിലും ഞാൻ LDAC ഓൺ ചെയ്തിട്ടാണ് ഇതിൽ ടെസ്റ്റ് ചെയ്തത്. LDACും AACയും നമ്മൾ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ബാറ്ററി AACൽ കിട്ടുമെന്നുണ്ടെങ്കിലും ആ ഒരു സൗണ്ടിൻ്റെ ക്വാളിറ്റിയിൽ കുറച്ച് ഒരു കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. സോ LDACൽ തന്നെ നിങ്ങൾ പാട്ട് കേൾക്കുക. ANC ഓഫ് ചെയ്തിട്ട് സ്പെഷ്യൽ ഓഡിയോയും ഓഫ് ചെയ്ത് 50% വോളിയത്തിൽ 8 hours പ്ലേ ബാക്ക് ടൈം നമുക്ക് കിട്ടുന്നുണ്ട്. അതല്ല ഈ ANC ഓൺ ചെയ്തിട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ ഹൈ ലെവൽ ANCയിൽ സ്പെഷ്യൽ ഓഡിയോ ഓൺ ചെയ്തിട്ടിട്ട് നമുക്ക് 50% വോളിയം ഇട്ട് കഴിഞ്ഞാൽ 6:30 മണിക്കൂർ നമുക്കിത് കിട്ടുന്നുണ്ട്. നമ്മുടെ സ്പെഷ്യൽ ഓഡിയോ അല്ലാതെ ഒരു സ്പെഷ്യൽ ഈക്വലൈസർ മോഡിലേക്ക് മാറിയിട്ട് ബാക്കി എല്ലാ പാരാമീറ്റേഴ്സും ഓൺ ചെയ്തിട്ടിട്ട്, അതായത് ഫുള്ള് ബേസ് കയറ്റി അതിൻ്റെ ഈക്വലൈസറിൻ്റെ ഫ്രീക്വൻസി എല്ലാം ഹൈയിലിട്ടിട്ട് ഫുൾ വോളിയത്തിൽ 4 മണിക്കൂർ പ്ലേ ബാക്ക് ടൈം കിട്ടുന്നുണ്ട് TWS. ഇവിടെ ആയിട്ടാണ് ഇവിടുത്തെ ഇന്നിയർ ഡിറ്റക്ഷനും ഇയർ ടിപ്പ് ഫിറ്റ് ടെസ്റ്റ് ഈ സാധനങ്ങളൊക്കെ ഇവിടെ ആയിട്ടാണ്. ഫൈൻഡ് മൈ ഇയർബഡ്സ് ഈ സാധനങ്ങളെല്ലാം ഇതിൽ വരുന്നുണ്ട്. അതൊക്കെ ഇവിടെ ആയിട്ടാണ് വരുന്നത്, ഈ ഭാഗത്തായിട്ട് സെറ്റിങ്സിൽ. അങ്ങനെ വയർലെസ് ചാർജിങ് സപ്പോർട്ട് വരുന്നുണ്ട് ഈ നത്തിങ് ഇയർ 3ൽ. 45 dBൻ്റെ അഡാപ്റ്റീവ് നോയ്സ് ക്യാൻസലേഷനാണ്. നോയ്സ് ക്യാൻസലേഷനൊക്കെ ഡീസൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഇതിൽ. നോയ്സ് ക്യാൻസലേഷൻ ഡീസൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ സൗണ്ട് ക്ലാരിറ്റി കിട്ടുന്നുണ്ട്. കോൾ ചെയ്യുന്ന സമയത്ത് ഈ 2 TWSലും ഇതിൽ ഇൻബിൽട്ട് കൊടുത്തിരിക്കുന്ന 336 HD മൈക്ക് ഉണ്ട്. ഈ HD മൈക്ക് നോയ്സ് റിഡക്ഷൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വിൻ നോയ്സ് റിഡക്ട് ചെയ്യുന്നുണ്ട് കോൾ ചെയ്യുന്ന സമയത്ത്. ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്
നത്തിങ് ഇയർ 3A നിന്ന് കോൾ ചെയ്യുമ്പോഴത്തേക്കുള്ള സൗണ്ടിന്റെ ഒരു ക്ലാരിറ്റിയാണ്. ആൻഡ് ഇപ്പോൾ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നത്തിങ് ഇയർ 3Aയുടെ TWS ത്രൂ ആണ്. ഇനിയിപ്പോൾ നമ്മൾ ഇതിൽ സൂപ്പർ മൈക്ക് ത്രൂ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴുള്ള ഒരു കോളിംഗിന്റെ ഡിഫറൻസ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ആൻഡ് ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് സൂപ്പർ മൈക്ക് ത്രൂ ആണ്. സോ ഇതാണ് നമ്മുടെ നത്തിങ് ഇയർ 3യുടെ TWSൽ കൊടുത്തിരിക്കുന്ന മൈക്കിന്റെയും അതുപോലെ കേസിൽ കൊടുത്തിരിക്കുന്ന ഈ സൂപ്പർ മൈക്കിന്റെയും ക്വാളിറ്റി തമ്മിലുള്ള വ്യത്യാസം. ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ട്രാൻസ്പെറൻസി മോഡ് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. നല്ലൊരു ഡീസൻറ്റ് ANC ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. 5000 ഹെഡ്സ് ആണ് ഇതിൻ്റെ ഫ്രീക്വൻസി റേഞ്ച് വരുന്നത്. ഫാസ്റ്റ് പെയറിംഗ് സപ്പോർട്ട് വരുന്നുണ്ട്. ഇന്നിയർ ഡിറ്റക്ഷനൊക്കെ അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇന്നിയർ ഡിറ്റക്ഷന് അതുപോലെ ഡ്യുവൽ കണക്ടിവിറ്റി. ഇതിൻ്റെ കസ്റ്റമൈസേഷൻ ഇങ്ങനെയാണ്. നമ്മൾ നേരത്തെ നോർമൽ CMFൻ്റെ ബാക്കിയുള്ള ഇയർബഡ്സിലൊക്കെ വരുന്ന പോലെ തന്നെയാണ്. ബട്ട് ഇതിൻ്റെ കേസും കൂടി വരുന്നുണ്ട്. ഓക്കെ, കേസും നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഈ കേസിൽ ഈ ബട്ടൺസ് ഇതിൻ്റെ ഫീച്ചേഴ്സ് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ കഴിയും. ഡ്യൂറിങ് കോൾ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൽ പ്രസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കോള് ഡയറക്റ്റ് ഇതിലേക്ക് കൺവേർട്ട് ആവും. അതല്ല നമ്മൾ നോർമലായിട്ട് ഇത് പാട്ട് കേട്ടോണ്ടിരിക്കുന്ന സമയത്ത് ഈ സാധനം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നമ്മുടെ വോയിസ് അസിസ്റ്റ് ഓൺ ആവും. ലോങ് ഡ്യൂറേഷൻ കോൾ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിങ്ങനെ പ്രസ് ചെയ്ത് പിടിക്കേണ്ട ആവശ്യമില്ല. ഡബിൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സാധനം ആക്ടിവേറ്റ് ആവും. അത് കണ്ടിന്യൂസ് ആയിട്ട് റെക്കോർഡ് ചെയ്യാനായിട്ടുള്ളൊരു സംഭവം എനേബിൾ ആവും. പിന്നെ ഇതിൽ നമുക്ക് ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓഫ് ആവും. നോയ്സ് ക്യാൻസലേഷനും ട്രാൻസ്പെറൻസി ഈ സാധനത്തിൻ്റെയൊക്കെ ഭയങ്കര രസമായിട്ടാണ് ഇതിൻ്റെ ആ ഒരു വോയിസ് ഫീഡ്ബാക്ക് വരുന്നത്. ഇതിപ്പോൾ ഓഫാണ്. ഞാനിതിൽ ലോങ് പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ അങ്ങനൊരു സാധനം വരും. അത് ട്രാൻസ്പെറൻസി മൂഡാണ്. പിന്നെ ഒന്നുകൂടി പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ വന്നിട്ട് ANC ഓണിലേക്ക് വരും. അങ്ങനെയുള്ള കുറച്ച് രസമായിട്ടുള്ള പരിപാടികൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഓവറോൾ എക്സ്പീരിയൻസ് നൈസാണ്. നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് വെർത്താണ്. ഓൺലി തിങ് ഇത് താഴെ വീണ് പൊട്ടിപ്പോയിരിക്കാൻ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇതിൽ നിന്ന് വരുന്ന സൗണ്ട് എക്സ്പീരിയൻസ്, അതിൽ നിന്ന് വരുന്ന ആ ഒരു ലോ ഫ്രീക്വൻസി, ഹൈ ഫ്രീക്വൻസിക്ക് ഭയങ്കര ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. സൗണ്ട് സെപ്പറേഷൻസ്, ഇൻസ്ട്രുമെൻ്റൽ സെപ്പറേഷൻസ് കിഡിലനാണ്. പിന്നെ നമുക്കിത് ഫൈൻഡ് മൈ ഇയർബഡ്സ് ഇല്ലേ, അതൊക്കെ ഈ ആപ്ലിക്കേഷൻ ത്രൂ ഇതിനെ കണ്ടുപിടിക്കാനായിട്ടുള്ള പരിപാടികളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇതൊക്കെയാണ് നത്തിങ് ഇയർ 3യുടെ ഒരു യൂസർ എക്സ്പീരിയൻസ് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. ഈ സാധനം കിഡിലൻ പ്രോഡക്റ്റാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ, അതായത് യൂറോപ്പിൽ ഇതിൽ 179 യൂറോയാണ്. ഇന്ത്യയിൽ ഇതിൻ്റെ ലോഞ്ചിങ് ഡേറ്റ് ഒരു കൺഫ്യൂഷനിൽ ഇരിക്കുവാണ്. ബട്ട് ഇന്ത്യയിൽ വരുന്നുണ്ട് ഈ സാധനം. ഇന്ത്യയിലും ഈ സാധനം കിട്ടും. പിന്നെ ഇതിൽ ഫാസ്റ്റ് ചാർജിങ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വയർലെസ് ചാർജിങ് ആണെന്നുണ്ടെങ്കിൽ ഒരു 2 മണിക്കൂർ എടുക്കും ഇത് ചാർജ് ആവാനായിട്ട്. ആൻഡ് ഇതിൽ ടൈപ്പ് C ചാർജിങ്ങിൽ, വയർഡ് ചാർജിങ് ആണെന്നുണ്ടെങ്കിൽ 1 മണിക്കൂറിൽ ഇത് ഫുൾ ചാർജ് ആവും. ഫൈനൽ കൺക്ലൂഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ബാറ്ററി പൊളിയാണ്. നമുക്ക് ഗംഭീര ബാറ്ററി ബാക്കപ്പ് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. പിന്നെ സൗണ്ട് എന്ന് പറഞ്ഞാൽ 12mm ഈ ഒരു ഡ്രൈവറിൽ കിഡിലനായിട്ട് നല്ല ഡീസൻറ്റ് പ്രീമിയം ക്വാളിറ്റി സൗണ്ട് ഇതിൽ നിന്ന് വരുന്നുണ്ട്. ബിക്കോസ് ഇത് LDAC സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ. അതുപോലെ തന്നെ ഹൈറസ് ഓഡിയോ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൽ കൊടുത്തിരുന്ന ഈ അഡ്വാൻസ്ഡ് EQ ഇല്ലേ, ഈ EQ ആണ് ഒരു ഗെയിം ചേഞ്ചർ. നമ്മൾ കസ്റ്റമൈസ് ചെയ്യുന്ന ഈ ഒരു EQ നമുക്ക് ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ വേറൊരാൾ ഷെയർ തരുന്ന EQ നമുക്കിതിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാനും ഒക്കെ പറ്റുന്നുണ്ട്. അങ്ങനെ ഒരു കിഡിലൻ ഫീച്ചേഴ്സൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഓവറോൾ എക്സ്പീരിയൻസ് ഇറ്റ്സ് വെരി നൈസ്. ആൻഡ് നമുക്കിതൊരു റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ്. പിന്നെ ഇതിൽ ആൻഡ്രോയിഡിലും ഐഫോണിലും രണ്ടിലും ഇത് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇന്ത്യയിലെ ഈ സാധനം ഒരു 18,000-19,000 രൂപയുടെ അടുത്തായിരിക്കും വരുന്നത്. ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. വീണ്ടും പുതിയ വീഡിയോ കാണുന്നവരെ ബൈ.